വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് നല്ല തിരക്കുണ്ട്, അപ്പോൾ ഞാൻ വേഗം വീഡിയോ ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് കണ്ടിന്യൂസ് ബിഗ് ബോസ് അപ്ഡേറ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സായിക്ക് വയ്യ, സായി എഗെയിൻ ട്രബിൾഡ് ആണ്. ലൈക്ക് ഈ പറഞ്ഞ മാതിരി ഞാനും ഫേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഡിസ്കിൽ കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ, ഡിസ്ക് ബൾജായിട്ട് കംപ്രഷൻ വന്നു കഴിഞ്ഞാലുള്ള പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അത്രയും പെയിൻ ആയിരിക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആൾക്ക് ബാത്റൂമിൽ യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്രയും പെയിൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി കംപ്രസ്ഡ് ആണ്, ഫിസിക്കലി മെൻ്റലി ഒക്കെ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ചിട്ട് വേണം നമുക്ക് കളിക്കാനായിട്ട്. അപ്പോൾ സായിക്ക് ഇപ്പോൾ എഗെയിൻ പറ്റുന്നില്ല. നമുക്കറിയാലോ, നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ചില്ല് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു തലവേദന വന്നാൽ പോലും നമുക്ക് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സായിക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് ഇൻഡയറക്റ്റ്ലി പറയുന്നുണ്ട്. ലൈക്ക് എനിക്കിനി മുന്നോട്ട് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ടാസ്ക് വിഷയമാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ലൈക്ക് അപ്പോൾ അത് പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴെല്ലാം ഫ്യൂച്ചറിലോട്ട് അതൊരു വിഷയം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ചെറിയ പനിയും ഇതൊന്നുമല്ല, ഡിസ്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പൂജയുടെ വേറൊരു വേർഷനാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല, കോംപ്ലിക്കേറ്റഡ് ആവാതെ ഇരിക്കട്ടെ, ആ ഒരു അവസ്ഥയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. ഈ ആരാണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം എന്നുള്ള രീതിയിൽ സായി ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ, വിമർശിക്കാതിരിക്കട്ടെ, ലൈക്ക് അതിൻ്റെ ഒരു ഇനിയെങ്കിലും പുറത്തിറങ്ങിയിട്ട് നന്നായിട്ട് വീഡിയോസ് ചെയ്യട്ടെ എന്നൊക്കെ. നിങ്ങൾ ഒന്നാമത്തെ കാര്യം ചിന്തിക്കേണ്ടത്, ഒരാൾക്കൊരു വിഷയം വരുമ്പോഴല്ല ഈ കുത്തി സംസാരിക്കേണ്ട, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ സായിയുടെ വീഡിയോൻ്റെ കമൻറ്റിൻ്റെ താഴെ ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോസിൻ്റെ താഴെ പോയിട്ട് അവരെ വിമർശിക്കുന്ന രീതിയിൽ നിങ്ങൾ കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ, തെറി വിളിക്കുന്ന രീതിയിൽ കമൻറ്റ് ഇടുന്നുണ്ട്. ലിറ്ററലി പറയുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള സജഷൻ പറയുന്ന, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് കമൻറ്റ് ഇടുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ. കൂടുതലും നിനക്കൊന്നും പണിയില്ലേ. ഈ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നത് അവർക്ക് അവരുടേതായ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇൻ ഓൾ സെൻസ് കമൻറ്റ് ഇടുന്ന നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഒന്നില്ലെങ്കിൽ ഒരു മനസുഖം. ആ മനസുഖത്തിന് എത്ര ആയുസുണ്ട്? ഇപ്പോൾ പലരും പറയുന്നുണ്ട് പോലീസുകാർക്ക് ഇത് കേസെടുക്കാനല്ലേ പണിയെന്ന്. കേരള പോലീസിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവിടെ പലരും കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെ തൊപ്പിയും വെച്ച് ഇരിക്കുന്നതിൽ എന്താണ് ഒരു ലോജിക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഡിഫമേഷനും ഇൻസൾട്ടിങ് ഒക്കെ ആരും എന്തും ചെയ്യാം. ഇതൊന്നും എടുക്കാനല്ല പോലീസിൻ്റെ പണി എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ലോയെ വളച്ചു പിടിച്ച് കൊണ്ടുവന്നത് നിങ്ങളുടെ കഴിവുകേട് തന്നെയാണ് കേരള പോലീസിനോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, ഓരോരുത്തരുടെ പണി വൃത്തിക്ക് എടുത്ത് പോകുന്നുണ്ട്. അവനവൻ്റെ പണിയല്ലാതെ മറ്റുള്ളവരുടെ പണിയിലോട്ട് കയറി അവർക്ക് കൂടുതൽ പണി ഉണ്ടാക്കി കൊടുക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ സായി ശരിക്കും തീരെ വയ്യ. അപ്പം ഒരുപാട് ആഗ്രഹിച്ച് കയറിയതാണ് സായി അതിൻ്റെ ഉള്ളിൽ. അപ്പം അസുഖമൊക്കെ വേഗം മാറട്ടെ, നന്നായിട്ട് പിന്നെയും കളിക്കാൻ പറ്റട്ടെ. പരമാവധി പിടിച്ച് നിൽക്കാനേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ മാതിരി യൂറിൻ പോകുമ്പോഴൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിടിച്ച് നിൽക്കാനായിട്ട്. പക്ഷേ മാക്സിമം നോക്കട്ടെ. ഗെറ്റ് വെൽ സൂൺ സായി.